ഇന്നത്തേത് ഒരു മസാല ദോശ റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു 1/2 കിലോ ഉരുളൻകിഴങ്ങ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു 4 മീഡിയം സൈസ് ഉരുളൻകിഴങ്ങ്. ഇതൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ഒരു 4 വിസിൽ വരുന്നത് വരെ. ഇനി മസാല തയ്യാറാക്കുന്നതിനായി ഇതിലേക്ക് 2 വലിയ ഉള്ളി, 4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി അല്ലി, ഒരു കഷ്ണം ക്യാരറ്റ്, ഒരു തക്കാളിയുടെ പകുതി. ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 2 ടീസ്പൂൺ കടുക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുകൂടി ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഉഴുന്ന് നന്നായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് നന്നായി വഴറ്റിയതിന് ശേഷം നേരത്തെ പറഞ്ഞു വെച്ച എല്ലാ പച്ചക്കറികളും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ചെറുതായി അരിഞ്ഞു വെച്ച ക്യാരറ്റ്, വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് നെടുകെ കീറിയത്, പിന്നെ ചെറുതായി അരിഞ്ഞു വെച്ച തക്കാളി. ഇനി ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയാണ്. 2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇനി ഒരു 5 മിനിറ്റ് നന്നായി ഇളക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് കൂടി. ഈ സമയത്ത് വേവിച്ച് വെച്ച ഉരുളൻകിഴങ്ങ് തൊലി കളഞ്ഞ് ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഉടച്ചു വെച്ച ഉരുളൻകിഴങ്ങും 2 ഗ്ലാസ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് വാങ്ങി വയ്ക്കാം. മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ദോശ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ദോശച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ കയ്യിൽ മാവാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നന്നായി കനം കുറച്ച് വേണം പരത്താൻ. റേഷനരി ഉപയോഗിച്ചിട്ടാണ് ഈ ബാറ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനു വേണ്ടി 2 ഗ്ലാസ് പച്ചരി, 2 ഗ്ലാസ് പുഴുങ്ങലരി, ഒരു 1.5 ഗ്ലാസ് ഉഴുന്ന്, 1 ടീസ്പൂൺ ഉലുവ. ഇത്രയാണ് മാവ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇത് എടുത്തിരിക്കുന്നത്. ദോശ ഒരുവിധം വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യോ അല്ലെങ്കിൽ വെണ്ണയോ ചേർത്ത് കൊടുക്കാം. ദോശ മൊരിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് മസാല ഇട്ട് കൊടുത്ത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഫോൾഡ് ചെയ്യാം. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ദോശയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ദോശ കൂടുതൽ ക്രിസ്പി ആവണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചരി ചേർത്താൽ മതി. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഒപ്പം ഫീഡ്ബാക്ക് അറിയിക്കാനും. അടുത്ത വീഡിയോയ്ക്കുള്ള ഇൻസ്പിരേഷൻ നിങ്ങളാണ്. താങ്ക് യു.